പ്രിയപ്പെട്ടവരെ, സമയം 9:38. തൃശൂർ പൂരത്തിന് ഇത്തവണ പാറമേക്കാവ് വിഭാഗത്തിനായി കൊമ്പൻ തൃക്കടവൂർ ശിവരാജു തിടമ്പേറ്റും. എഴുന്നള്ളിപ്പിനും തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനുമാണ് ശിവരാജു തിടമ്പേറ്റുക. കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനയായ ശിവരാജു ആദ്യമായാണ് പാറമേക്കാവിനായി തിടമ്പേറ്റുന്നത്. വടക്കേനാഥ ക്ഷേത്രത്തിൽ കൊമ്പന് സ്വീകരണം നൽകിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, ഇത് ശിവരാജു ആണ്, തൃക്കടവൂർ ശിവരാജു ആണ് ഇപ്പോൾ വടക്കേനാഥന്റെ മണ്ണിൽ നിൽക്കുന്നത് എന്ന് തോന്നുന്നു. ഒരുപാട് പൂരപ്രേമികളും ആനപ്രേമികളും ഒക്കെ എത്തിയിട്ടുണ്ട്. ലളിതമായിട്ടുള്ള ചടങ്ങുകളാണ്, അനാർഭാടപരമായിട്ടാണ് ഇക്കുറി പൂരം ആഘോഷിക്കുന്നതെങ്കിലും അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അതായത് കൊമ്പൻ തൃക്കടവൂർ ശിവരാജനാണ് ഇത്തവണ തിടമ്പേറ്റുക. പാറമേക്കാവ് എഴുന്നള്ളിപ്പിനും അതുപോലെ തന്നെ തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനും ഒക്കെ തന്നെ തിടമ്പേറ്റുക. കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ് ശിവരാജു. ആദ്യമായാണ് പാറമേക്കാവിനായി തിടമ്പേറ്റുന്നത് എന്ന പ്രത്യേകത ഈ തൃശൂർ പൂരത്തിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിഴക്കേ ഗോപുരനടയിലാണ്. കിഴക്കേ ഗോപുരനടയിൽ വരവേൽപ്പാണ്, അതായത് വടക്കുംനാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരനടയിൽ വരവേൽപ്പാണ്. ആ വരവേൽപ്പാണ് നമ്മൾ കാണുന്നത്. ഈ വരവേൽപ്പിൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം പൂരം, ആ പൂരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആളുകൾ ഈ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. അത്തരത്തിൽ ഇത്തവണയും, അതായത് ഇത്തവണ ലളിതമായ രീതിയിലാണ് പൂരം നടത്തിപ്പെങ്കിൽ പോലും നേരത്തെ കാലത്തെ ബുക്ക് ചെയ്ത് ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ ബുക്ക് ചെയ്ത് പൂരത്തിന് വരാനായി തീരുമാനിച്ച ആളുകളൊക്കെ തന്നെ ഈ പൂരനഗരിയിലേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഈ പൂരനഗരിയിൽ നിന്ന് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാറമേക്കാവ് എഴുന്നള്ളിപ്പിന് ഇത്തവണ കൊമ്പൻ തൃക്കടവൂർ ശിവരാജു ആണ് തിടമ്പേറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ശിവരാജുവായിട്ടുള്ള സ്വീകരണമാണ് നമ്മൾ കാണുന്നത്. തൃക്കടവൂർ ശിവരാജു ഇപ്പോൾ തിടമ്പേറ്റുന്നു. ഇപ്പോൾ വടക്കേനാഥന്റെ സന്നിധിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലളിതമായ ചടങ്ങുകളാണ്, അനാർഭാടമായിട്ട് പൂരം നടത്താൻ തീരുമാനിക്കുന്നു. ആ ചടങ്ങുകൾ തത്സമയം റിപ്പോർട്ടർ ടിവിയിൽ പ്രേക്ഷകർക്ക് കാണാം. ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ ടിവി എത്തിക്കും, അനാർഭാടമായി, വലിയ ആഘോഷങ്ങളില്ലാതെ.